താലി ഭാഗം 16. രചനാ സംഭാഷണം രുദ്രപ്രിയ. ദത്തനെ ആ നേരത്ത് അമ്മു അവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവനെ കണ്ടപ്പോൾ അവളുടെ മുഖഭാവം തന്നെ മാറി. ട്യൂട്ടോറുടെ മുന്നിൽ ബൈക്ക് നിർത്തി റാം അവളെ നോക്കി. അമ്മു ബൈക്കിൽ നിന്നും ഊർന്നിറങ്ങി. എന്നാലും അവളുടെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് ദത്തൻ്റെ നേർക്ക് പാളി വീഴും. എന്നാൽ അമ്മയെ പൊയ്ക്കോ, ഞാൻ ആദ്യമേ വിളിച്ചതല്ലേ, അപ്പോൾ താൻ വന്നില്ല. ബസ് ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ട് ഞാൻ തന്നെ വേണ്ടി വന്നു. താങ്ക്സ് ഏട്ടാ. വല്ല വിധേനയും അത്രയും പറഞ്ഞൊപ്പിച്ചു. അവൾ യാത്ര പറഞ്ഞ് തിരിയുമ്പോഴും ദത്തൻ അവളെ തന്നെ ശ്രദ്ധിക്കുന്നത് കണ്ട് അവൾക്ക് വല്ലായ്മ തോന്നി. ദത്തൻ സ്റ്റാഫ് റൂമിലേക്ക് പോയി. അവനെന്തോ അമ്മുവിനെ ആ ചെറുപ്പക്കാരനോടൊപ്പം ബൈക്കിൽ കണ്ടപ്പോൾ വല്ലാത്ത അസ്വസ്ഥത. കാണാൻ സുമുഖനായ ചെറുപ്പക്കാരൻ. അന്ന് ക്ലാസ്സിൽ ദത്തൻ അമ്മു വിരിക്കുന്ന ഭാഗത്തേക്ക് നോക്കിയതേയില്ല. അവൾക്കടുത്തിരിക്കുന്ന പല കുട്ടികളോടും ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും അവളെ മാത്രം മനഃപൂർവ്വം ഒഴിവാക്കി. അമ്മുവിനത് വല്ലാത്ത വിഷമമുണ്ടാക്കി. ഹരി വിളിക്കാൻ വരുമ്പോൾ രണ്ടുപേരും മാറി നിന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഹരിയുടെ വലിഞ്ഞു മുറുകിയ മുഖം കണ്ടപ്പോൾ അമ്മുവിന് ശരിക്കും പേടി തോന്നി. അല്ലെങ്കിൽ വാ തോരാതെ സംസാരിക്കുന്ന ഹരിയേട്ടൻ ഇന്നെന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? എന്താ ഏട്ടാ, എന്താ കാര്യം? മുഖം ഇങ്ങനെ വീർപ്പിക്കാൻ? ഒടുവിൽ നിവൃത്തിയില്ലാതെ അമ്മു ചോദിച്ചു. നീ ഇന്ന് ആരുടെ ഒപ്പമാ അമ്മു ട്യൂട്ടോറിയൽ വന്നത്? എന്നു മുതൽ തുടങ്ങി ഈ പുതിയ ശീലങ്ങൾ? ഹരി ദേഷ്യത്തിൽ ചോദിച്ചു. ഹരിയേട്ടൻ എനിക്ക് മറുപടി പറയാനുള്ള അവസരം കൂടി തരണം. ചോദ്യങ്ങളെല്ലാം ഇങ്ങനെ ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചാൽ ഞാൻ എങ്ങനെ മറുപടി പറയും? എന്തിനും നിനക്കൊരു ന്യായമുണ്ടല്ലോ അമ്മു, ഹരി ദേഷ്യത്തിൽ പറഞ്ഞു. ഏട്ടൻ വണ്ടി നിർത്തുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാനിപ്പോൾ ചാടും. അമ്മുവിൻ്റെ നിർബന്ധം കൂടിയായപ്പോൾ ഹരി ബൈക്ക് സൈഡ് ചേർത്ത് നിർത്തി. ഹരിയേട്ടൻ്റെ പ്രശ്നം എന്താ? ഞാൻ ബൈക്കിൽ വന്നതാണോ? ഇന്ന് കോളേജിൽ നിന്നും ബസ്സിന് തന്നെയാണ് പുറപ്പെട്ടത്. പക്ഷേ ബസ് കുറച്ച് മുന്നിലേക്കെടുത്തതും ബ്രേക്ക് ഡൗൺ ആയി. അപ്പോൾ യാത്രക്കാരെല്ലാം മറ്റു വാഹനങ്ങളിൽ പോകാൻ തീരുമാനിച്ചു. വേറെ എന്തിലെങ്കിലും വന്നാൽ പോരായിരുന്നോ? വല്ലവൻ്റെയും ബൈക്കിൻ്റെ പിന്നിൽ തന്നെ കയറണമായിരുന്നു അമ്മു. ഏട്ടാ, ഞാനത് ഹരിയേട്ടനോട് പറയാനിരിക്കുകയായിരുന്നു. ആ ചേട്ടൻ എൻ്റെ കോളേജിലെ PG വിദ്യാർത്ഥിയാണ്. കുറച്ച് ദിവസത്തിന് മുമ്പ് ആ ചേട്ടൻ എന്നോട് വന്ന് സംസാരിച്ചു. അയാൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു, എനിക്കെൻ്റെ ഹരിയേട്ടനെയും ദേവേട്ടനെയും പോലെയാണ് ആ ചേട്ടനെന്ന്. പിന്നീട് ആ ചേട്ടൻ എന്നെ ശല്യപ്പെടുത്താനൊന്നും വന്നില്ല. ബസ് ബ്രേക്ക് ഡൗൺ ആയപ്പോൾ എനിക്കൊരു ലിഫ്റ്റ് തന്നു. അതാണോ ഇത്രയും വലിയ പ്രശ്നം? എടി പോത്തേ, നീ ഇന്നലെ എന്നോടെന്താ പറഞ്ഞത്? അവൾ മുകളിലേക്ക് ആലോചനയോടുകൂടി നോക്കി. എടി, നീയല്ലേ പറഞ്ഞത് നിനക്ക് ദത്തനോട് സ്നേഹം തോന്നുന്നെന്ന്? എന്നിട്ട് അവൻ്റെ മുന്നിൽ കൂടിയാണോ മറ്റൊരുത്തൻ്റെ ബൈക്കിൽ വന്നിറങ്ങുന്നത്? അപ്പോഴാണ് അമ്മുവിന് മണ്ടത്തരം മനസ്സിലായത്. ഷോ, അവൾ നാവ് കടിച്ചു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അമ്മു ചുണ്ടു ചുളുക്കിക്കൊണ്ട് ഹരിയോട് ചോദിച്ചു. ഒന്നും ചെയ്യാനില്ല, വണ്ടിയിലോട്ട് കയറ്, നേരം പോകുന്നു. ഇനിയെങ്കിലും അല്പം ബോധത്തോടെ നടക്കമ്മു. ദേവി ഉമ്മറത്ത് വിളക്ക് വെച്ച് കഴിഞ്ഞിട്ടും പുറത്തേക്ക് പോയ ദേവനെയും അമ്പൂട്ടനെയും കണ്ടില്ല. ഇന്നിങ്ങി വരട്ടെ അച്ഛനും മോനും, ഇതിപ്പോൾ ശീലമാക്കിയിരിക്കുകയാണ്. ആഹാ, ഏട്ടത്തിയുടെ കാത്തിരിപ്പ് ഇന്ന് നേരത്തെ തുടങ്ങിയോ? ഹരി കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. നിന്റെ ഏട്ടനെ ഞാൻ വെച്ചിട്ടുണ്ട്, ഒന്നിങ്ങി വന്നോട്ടെ. ഈ ചെക്കനെ വേണ്ടാത്ത ശീലങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് നീയും ദേവേട്ടനുമാണ്. ചെക്കനത് കോളായി. അപ്പോഴേക്കും ദേവന്റെ ബൈക്ക് പടിപ്പുര കഴിഞ്ഞ് അകത്തേക്ക് കയറി. ദേവി അമ്പൂട്ടൻ്റെ നേരെ കൈ നീട്ടിയതും അച്ഛേ പോം പോം. ചെക്കൻ ബൈക്കിൻ്റെ ഹാൻഡിൽ പിടിച്ച് കിടക്കുവാണ്. ഒരു വിധത്തിലാണ് ദേവി അവനെ അകത്തേക്ക് കൊണ്ടുപോയത്. ഇപ്പോൾ കുറച്ച് ദിവസമായി അമ്മയുടെ ഭാഗത്തു നിന്നും വലിയ പ്രശ്നങ്ങളില്ല. രാത്രിയിൽ അത്താഴം കഴിക്കാനിരിക്കുമ്പോഴാണ് ദേവി അക്കാര്യം ദേവനെ ഓർമ്മപ്പെടുത്തുന്നത്. ദേവേട്ടാ, അടുത്ത മാസം 5-ാം തീയതി അമ്പൂട്ടൻ്റെ 1-ാം പിറന്നാളാണ്. അത് കേട്ടതും അമ്മുവിനും ഹരിക്കും ഉത്സാഹമായി. ഏട്ടത്തി, ഞാൻ അക്കാര്യം മറന്നിരിക്കുകയായിരുന്നു. പിറന്നാൾ നമുക്ക് അടിച്ചു പൊളിക്കണം. എൻ്റെ ഫ്രണ്ട് ഇവൻറ്റ് മാനേജ്മെൻറ്റ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അവനെ ഏൽപ്പിക്കാൻ കാര്യങ്ങൾ. അമ്മുവും ഉത്സാഹത്തിലായി. അതേ ഏട്ടാ, നമുക്ക് റിലേറ്റീവ്സിനെ എല്ലാം വിളിച്ച് ഉഗ്രൻ ഫംഗ്ഷനായിട്ട് വേണം ചെയ്യാൻ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. 1-ാം പിറന്നാൾ അങ്ങനെ ആഘോഷിക്കേണ്ട കാര്യവുമില്ല. അടുത്തുള്ള അമ്പലത്തിൽ പോകണം. കുഞ്ഞിൻ്റെ പേരിലും നാളിലും വഴിപാട് നടത്തണം.
ചെറിയൊരു സദ്യ അത്രയും മതി. ഭവാനി അവരുടെ ഇഷ്ടക്കേട് പ്രകടമാക്കി. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ലമ്മേ. ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല ഒന്നാം പിറന്നാൾ. വലിയ ഗ്രാൻഡായിട്ടാണ് ആഘോഷിക്കുന്നത്. ഫോട്ടോഷൂട്ട് വരെയുണ്ട്. ഏട്ടാ, എന്തായാലും അമ്പൂട്ടൻ്റെ പിറന്നാൾ നമുക്ക് ആഘോഷിക്കണം. ചെലവിനെക്കുറിച്ച് ഒന്നും ഏട്ട ആലോചിക്കേണ്ട. അതെല്ലാം എൻ്റെ വകയാണ്. ഹരി ഉത്സാഹത്തോടു കൂടി പറഞ്ഞു. ക്ഷണിക്കേണ്ടവരുടെ ലിസ്റ്റ് മാത്രം ഇങ്ങനെ തന്നാൽ മതി. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ഭവാനിയമ്മ കഴിപ്പ് മതിയാക്കി എഴുന്നേറ്റ് പോയി. അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിന് ഇവിടെ വിലയൊന്നും ഇല്ലല്ലോ. എല്ലാം നിങ്ങളൊക്കെ കൂടി ആലോചിച്ച് നടത്തുന്നതല്ലേ. അങ്ങനെ തന്നെ ആവട്ടെ. പോകുന്നതിന് മുമ്പ് അത്രയും പറയാൻ അവർ മറന്നില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാ അമ്മാവ? എല്ലാം നമുക്ക് ഉറപ്പിക്കാമല്ലേ? ഹരി ദിവാകരൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചപ്പോൾ അദ്ദേഹം നിറഞ്ഞ മനസ്സോടെ പുഞ്ചിരിച്ചു. പിന്നെ എല്ലാം വളരെ പെട്ടെന്നായി. ഹരി അവൻ്റെ സുഹൃത്ത് ഇവന്റ് മാനേജ്മെൻറ്റ് നടത്തുന്ന ദിനേശിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം സെറ്റാക്കി. രാത്രിയിൽ ഉറങ്ങാൻ കിടന്നിട്ട് ദത്തൻ ഉറക്കം വരുന്നില്ല. ഹരിയെ വിളിച്ച് എന്തായാലും കാര്യങ്ങളൊന്ന് ക്ലിയർ ചെയ്യാമെന്ന് കരുതി അവൻ ഫോണുമായി പുറത്തേക്കിറങ്ങി. ദത്തൻ്റെ ഫോൺ കണ്ടപ്പോൾ തന്നെ ഹരി ഫോണുമായി പുറത്തേക്കിറങ്ങി. എന്താടാ വാദ്യാരെ, നിനക്ക് കിടന്നിട്ട് ഉറക്കമില്ലേ? അതല്ലടാ, ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ കാര്യം. എനിക്കെന്തോ ശരിക്കും അങ്ങോട്ട് ഉറക്കം കിട്ടിയില്ല. നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ലടാ. അത് അവളുടെ കോളേജിലെ PGക്ക് പഠിക്കുന്ന സ്റ്റുഡൻ്റാണ്. അവളോട് പ്രേമമാണെന്നൊക്കെ പറഞ്ഞ് മുമ്പ് പുള്ളിക്കാരൻ വന്നിരുന്നതാണ്. പക്ഷെ അവൾ പറഞ്ഞു എന്നെയും ദേവേട്ടനെയും പോലെയാണ് അയാളെന്ന്. ഇന്ന് ബസ്സിൽ വരുമ്പോൾ പകുതിക്ക് വെച്ച് ബസ് ബ്രേക്ക് ഡൗൺ ആയി. അപ്പോൾ അയാൾ ലിഫ്റ്റ് കൊടുത്തതാണ്. നിന്റെ മുന്നിൽ വന്ന് ചാടിയതിൻ്റെ വിഷമം അവൾക്കുമുണ്ട്. എന്തായാലും ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാകാതെ ഞാനും കൂടി നോക്കിക്കൊള്ളാം. നീ അതൊന്നും ആലോചിച്ച് വറീഡാവാതെ പോയി കിടന്നുറങ്ങാൻ നോക്ക്. ഹരി ഫോൺ കട്ട് ചെയ്ത് റൂമിലേക്ക് പോയി. മനസ്സിലെ ഭാരം മുഴുവനും ഒരു മഞ്ഞുതുള്ളി പോലെ ഉരുകി ഒലിക്കുന്നത് ദത്തൻ അറിഞ്ഞു. ഈവന്റ് മാനേജ്മെൻറ്റുകാർ വന്ന് വീടും മറ്റും നോക്കിയിട്ട് പോയി. ആരാ ഹരി വീടും പറമ്പും നോക്കാൻ വന്നത്? അമ്മാവനാണത് ചോദിച്ചത്. ഭവാനി ഭാഗം വയ്ക്കുന്നതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ആ, വയസ്സും പ്രായവും ആകുമ്പോൾ ആർക്കും നമ്മളെ വേണ്ടാതാകും. അമ്മാവൻ്റെ ഒച്ചയിടറി. ഹരി അമ്മാവനടുത്തേക്ക് വന്നു. അമ്മാവനോട് പറയാതെ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ? ഇത് നമ്മുടെ അമ്പൂട്ടൻ്റെ പിറന്നാൾ ഇവൻ്റ് മാനേജ്മെൻറ്റുകാരെ ഏൽപ്പിച്ചില്ലേ. അവർ വന്ന് നമ്മുടെ ചുറ്റുപാടും സൗകര്യമുണ്ടോ എന്നൊക്കെ നോക്കി വേണം. അതിനുവേണ്ടി വന്നതല്ലേ അമ്മാവ. അതിനാണ് വെറുതെ ഈ കണ്ണ് നിറച്ചത്. ആണോ? ഞാൻ എന്തെല്ലാമോ വിചാരിച്ചു. അമ്മാവൻ തോർത്തുകൊണ്ട് കണ്ണു തുടച്ചു. അപ്പോഴാണ് വാസുദേവനും കമലവും അവിടേക്ക് വന്നത്. ഹരി വേഗം എഴുന്നേറ്റ് മാഷിനെയും അമ്മയുടെയും അടുത്തേക്ക് ചെന്നു. എത്ര നാളായി മാഷച്ചൻ ഇവിടെ വന്നിട്ട്? രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് അകത്തേക്ക് വന്നു. ഭവാനി, ഭവാനി, ഇതാരൊക്കെയാ വന്നിരിക്കുന്നത് നോക്കിയേ. ദിവാകരൻ അകത്തേക്ക് നോക്കി നീട്ടി വിളിച്ചു. ദേവി ഉമ്മറത്തേക്ക് വരുമ്പോൾ അച്ഛനും അമ്മയും സന്തോഷം കൊണ്ട് അവളുടെ കണ്ണ് നിറഞ്ഞു. എത്ര നാളിന് ശേഷമാണ് അച്ഛനും അമ്മയും അവിടേക്ക് വരുന്നത്. വല്ലപ്പോഴും മാത്രമേ അവിടേക്ക് വരികയുള്ളൂ. കാരണം അവിടുത്തെ അമ്മയ്ക്ക് ദേവിയുടെ അച്ഛനെയും അമ്മയെയും അവിടെ വരുന്നത് തീരെ ഇഷ്ടമില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ ചെന്ന് 2 ദിവസം നിന്നപ്പോഴേ ദേവി പരാതി പറഞ്ഞിരുന്നു അച്ഛനും അമ്മയും അവളെ കാണാൻ വരുന്നില്ലെന്ന്. ആ പരാതി തീർക്കാനാണ് ഇന്നത്തെ പ്രതീക്ഷിക്കാത്ത ഈ വിസിറ്റ്. ഹരി, ഞങ്ങൾ വന്ന ഓട്ടോയിൽ കുറച്ച് സാധനങ്ങളുണ്ട്. മോൻ അതൊന്ന് എടുത്തു വയ്ക്കുമോ? മാഷിൻ്റെ ചോദ്യം കേട്ടപ്പോൾ ഹരി വേഗം പുറത്ത് ഓട്ടോയിലിരുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നു. എന്തിനാ മാഷേ ഇതൊക്കെ കൊണ്ടുവരുന്നത്? മോളെ കാണണമെന്ന് തോന്നുമ്പോൾ ഇങ്ങ് വന്നാൽ പോരെ? ദിവാകരൻ്റെ ചോദ്യം കേട്ട് അയാൾ എന്ന് നോക്കി മാഷ്. മക്കളെ കാണാൻ വരുമ്പോൾ അവർക്ക് എന്തു കൊടുത്താലും മതിയാവില്ല മാതാപിതാക്കൾക്ക്. വെറും കൈയോടെ എങ്ങനെയാ ദിവാകര കയറി വരുന്നത്? വന്ന കാലിൽ തന്നെ നിൽക്കാതെ അകത്തേക്ക് കയറി വാ മാഷേ. ഭവാനിയമ്മ ഇല്ലേ ഇവിടെ? ഉണ്ട് മാഷേ, ഊണ് കഴിഞ്ഞ് അല്പം മയക്കം. അത് പതിവുള്ളതാണ് ഭവാനിക്ക്. എന്തായാലും നിങ്ങളിപ്പോൾ പോവില്ലല്ലോ. അതിനു മുമ്പ് അവൾ ഉണരും. അച്ഛനും അമ്മയ്ക്കും ഞാൻ കുടിക്കാനെടുക്കാം. അമ്പൂട്ടനെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ച് ദേവി അടുക്കളയിലേക്ക് പോയി. ഇടയ്ക്കിടയ്ക്ക് അവളെ കാണാൻ വരണമെന്ന ആഗ്രഹം ഇല്ലാത്തത് കൊണ്ടല്ല ദിവാകര. പക്ഷെ ഭവാനിക്ക് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് തീരെ ഇഷ്ടമില്ല. വെറുതെ എന്തിനാ ഒരു വഴക്കെന്ന് വിചാരിച്ച് വരാത്തതാണ്. അവളുടെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി മാഷേ. അതിനി എന്ത് പറഞ്ഞിട്ടായാലും മാറില്ല. അവൾ എന്തെങ്കിലും പറഞ്ഞാലും മാഷ് അത് മനസ്സിൽ വെക്കരുത്.
ഞങ്ങൾക്ക് അങ്ങനെ വരാതിരിക്കാൻ കഴിയില്ലല്ലോ ദിവാകര, ഞങ്ങളുടെ മോളെ കാണണ്ടേ. കമല കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് പോയി. അച്ഛന് വൈകുന്നേരം ചായയേക്കാൾ ഇഷ്ടം കട്ടനാണ്. അതുകൊണ്ട് തന്നെ ദേവി കട്ടൻ ചായ ഉണ്ടാക്കി. അമ്മ കൊണ്ടുവന്ന കവറിൽ നിന്ന് അച്ചപ്പവും കായ വറുത്തതും പുറത്തേക്കെടുത്തു. ഡൈനിങ്ങിലെല്ലാം കൊണ്ടുവച്ചതിന് ശേഷം അവൾ അമ്മാവനെയും അച്ഛനെയും അകത്തേക്ക് വിളിച്ചു. രാവിലെ ഇവന്റ് മാനേജ്മെൻറ്റുകാർ വന്നതും പറമ്പിളക്കാൻ എന്ന് പറഞ്ഞ് അമ്മാവൻ പരിഭവിച്ചതെല്ലാം മാഷിനോട് പറഞ്ഞ് ചിരിക്കുകയാണ് ഹരി. ഒന്ന് നടുവ് ചായ്ക്കാൻ സമ്മതിക്കില്ല. എന്താ ഇവിടെ ഇത്ര ചിരിയും ബഹളവും? ബാക്കിയുള്ളവർക്ക് കിടക്കണ്ടേ? പരിഭവിച്ചുകൊണ്ടാണ് ഭവാനിയമ്മ ഹാളിലേക്ക് കയറി വരുന്നത്. അതിഥികളെ കണ്ടപ്പോൾ അവരുടെ മുഖം മങ്ങി. നിങ്ങളായിരുന്നോ? പതിവില്ലാത്ത അതിഥികളെ കണ്ടപ്പോൾ അത്ര സുഖമില്ലാത്ത രീതിയിൽ ഭവാനിയമ്മ ചോദിച്ചു. ഹാളിലെ മൂലയിൽ ചാരി വെച്ചിരുന്ന സാധനങ്ങളിലേക്ക് കണ്ണോടിച്ചു. ഇവിടെ ആരും തിന്നാതെയും കുടിക്കാതെയും ഇരിക്കുന്നതല്ല. ആണ്ടിലും ആവണിക്കും വരുമ്പോൾ ഇതുപോലെ കെട്ടിച്ചുമന്ന് കൊണ്ടുവരാൻ. ഇവിടെ ഇതൊക്കെ ധാരാളം ഉണ്ടെന്ന് പറഞ്ഞേക്കൂ ഹരി. ഞങ്ങൾ വല്ലപ്പോഴും വരുമ്പോൾ ഇതൊക്കെ കൊണ്ടുവരുന്നത് ഞങ്ങളുടെ സന്തോഷം. ഇവിടെ ഒന്നിനും ഒരു കുറവുമില്ലെന്ന് ഞങ്ങൾക്കറിയാം ഭവാനി. എങ്കിലും ഇതെല്ലാം ഞങ്ങളുടെ പറമ്പിലുണ്ടായതാണ്. അത് ഞങ്ങളുടെ മകൾക്കും കൊച്ചുമകനും അവളുടെ ഭർത്താവിനും കൊണ്ടുകൊടുക്കണമെന്ന് കരുതി. ഭവാനിയമ്മയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ അതിൽ നിന്നും ഒന്നും എടുക്കണ്ട. ആരും പ്രതീക്ഷിച്ചില്ല മാഷച്ചൻ അങ്ങനെ ഒരു മറുപടി പറയുമെന്ന്. ദേവി പോലും അന്തം വിട്ട് വായും തുറന്നിരുന്നു. ഇന്ന് വരെ ദേവേട്ടൻ്റെ അമ്മ എന്തെങ്കിലും പറയുമ്പോൾ മിണ്ടാതെ കേട്ടുകൊണ്ട് നിൽക്കുന്നതല്ലാതെ തിരിച്ചൊരു മറുപടിയും അച്ഛൻ പറയുമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അച്ഛൻ ഇങ്ങനെ പറയുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ദിവാകരനും ഹരിയും കമലവും മാഷിൻ്റെ മുഖത്തേക്ക് തന്നെ തോന്നി. അവർക്കും അതിശയമായിരുന്നു. എന്നാൽ മാഷിൻ്റെ മുഖം ശാന്തഭാവത്തിൽ തന്നെയായിരുന്നു. നിന്ന നിപ്പിൽ താൻ അപമാനിക്കപ്പെട്ടതുപോലെ ഭവാനിയമ്മയ്ക്ക് തോന്നി. അവർ ഒന്നും മിണ്ടാതെ ചവിട്ടിത്തുള്ളി മുറിയിലേക്ക് പോയി. അമ്മുവും ദേവനും ഒരുമിച്ചാണ് കയറി വന്നത്. അതിഥികളെ കണ്ടപ്പോൾ ദേവന്റെ മുഖം വിടർന്നു. ആഹാ, ഇതാര്? അച്ഛനും അമ്മയും എപ്പോൾ വന്നു? ഞങ്ങൾ വന്നിട്ട് അരമണിക്കൂറായി. നിങ്ങളിരിക്കെ ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വേഗം വരാം. ദേവന് പിന്നാലെ ദേവിയും റൂമിലേക്ക് പോയി. എന്തു പറ്റി ദേവി? ഒരുപാട് നാളുകൾക്ക് ശേഷമാണല്ലോ അച്ഛൻ വന്നത്. തൻ്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? അച്ഛനും അമ്മയും വന്നതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? ദേവി അല്പം മുമ്പ് നടന്ന കാര്യങ്ങൾ ദേവനോട് വിശദീകരിച്ചു. ആഹാ, അത് കൊള്ളാമല്ലോ. അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അമ്മയ്ക്ക് കണക്കിന് കിട്ടി. അമ്മയുടെ ജാതകം ഒന്ന് കൊണ്ടുപോയി പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. കുറച്ച് ദിവസത്തിന് മുമ്പ് താനായിരുന്നില്ലേ ഇപ്പോൾ അച്ഛനും അമ്മയും. എന്തായാലും അമ്മയ്ക്ക് ഇന്നത്തേക്കുള്ളതായി. ഹരിയാണ് അമ്മുവിനോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത്. എൻ്റെ ഹരിയേട്ടാ, ഈ അമ്മയുടെ സ്വഭാവം മാറാൻ പോകുന്നില്ല. കഴിഞ്ഞ ദിവസം താഴേക്കാവിലെ വീട്ടിൽ നിന്ന് ചക്കയും മാങ്ങയും ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അമ്മ എന്ത് ഉത്സാഹത്തിലാണ് വാങ്ങിയത്. എന്നിട്ട് അവർ മുരിങ്ങയില കൊടുത്തില്ല എന്ന് പറഞ്ഞ് അമ്മ എന്തോരം ബഹളമാണ് വെച്ചത്. ആ അമ്മയാണ് ഇപ്പോൾ ഏട്ടത്തിയുടെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന സാധനങ്ങളെ കുറ്റം പറയുന്നത്. എന്തായാലും മാഷച്ചനിൽ നിന്ന് ഇങ്ങനെ ഒരു മറുപടി അമ്മ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചു കാണില്ല. ദേവനും കൂടി വന്നിരുന്ന് അമ്പൂട്ടൻ്റെ പിറന്നാളിനെക്കുറിച്ചും അന്നത്തെ ആഘോഷത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു. 2 ദിവസത്തിന് മുമ്പ് തന്നെ നിങ്ങൾ ഇവിടേക്ക് വരണം. അമ്പൂട്ടൻ്റെ പേരിൽ കുറച്ച് വഴിപാടുകളൊക്കെ നേർന്നിട്ടുണ്ട്. അതൊക്കെ കഴിപ്പിച്ചതിന് ശേഷം പിറന്നാളിൻ്റെ തലേ ദിവസം നിങ്ങൾക്ക് തിരികെ പോരാം. അച്ഛനത് പറഞ്ഞപ്പോൾ ദേവിയും ദേവനും സമ്മതം അറിയിച്ചു. രാത്രിയിൽ യാത്ര വേണ്ട, ഒരു ദിവസം ഇവിടെ നിന്നതിന് ശേഷം നാളെ പോകാമെന്ന് പറഞ്ഞിട്ട് അച്ഛനും അമ്മയും അത് കേട്ടില്ല. ഭവാനിയോട് യാത്ര പറയണമെന്നുണ്ടായിരുന്നു. കിടക്കുകയായിരിക്കും, വെറുതെ ശല്യം ചെയ്യണ്ട, ഞങ്ങൾ പോയെന്ന് പറഞ്ഞേക്ക്. കമലം എല്ലാവരോടും യാത്ര പറഞ്ഞു. 2 പേരും പുറത്തേക്കിറങ്ങി. ദേവിയുടെ അച്ഛനും അമ്മയും പോയി കഴിഞ്ഞതും ഭവാനി അമ്മ പുറത്തേക്കിറങ്ങി വന്നു. തുടരും രുദ്രപ്രിയ. എൻ്റെ ചാനൽ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ. വേർഡ് ഓഫ് രുദ്രപ്രിയ എന്ന പുതിയൊരു ചാനൽ കൂടിയുണ്ട്. എൻ്റെ സ്റ്റോറി തന്നെയാണ്, ഉറപ്പായും വായിച്ചാൽ ഇഷ്ടപ്പെടും. ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ.